ചേമ്പിനോടൊപ്പം ഇട്ട് വേവിക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അരച്ച് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു പകുതി തേങ്ങ ചുരണ്ടിയെടുത്തത്, 1/2 ടീസ്പൂൺ ജീരകം. കടുക് വറുക്കുന്നതിനായി 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കടുക്, 2 മുളക് മുറിച്ചത്. പാത്രം സ്റ്റൗവിൽ വെച്ച് വേവിക്കാനുള്ള ചേമ്പ് അതിലേക്ക് ഇടുക. അതിൻ്റെ പിന്നാലെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും അതിലേക്ക് ഇടുക. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുക. പാകത്തിന് ഉപ്പും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. നമ്മൾ പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് വേകാൻ ഏതാണ്ട് 10 മിനിറ്റോളം എടുക്കും. ചേമ്പ് വേകുമ്പോഴേക്കും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. ചേമ്പ് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചേമ്പ് വെന്തിട്ടുണ്ട്. ഈ പരുവത്തിൽ വേകാൻ ഏതാണ്ട് 15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് നമുക്കൊരു കുടംപുളി ഇടാം. ഇത് നേരത്തെ ഇടാഞ്ഞത്, കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ ചേമ്പ് വേവാൻ താമസമെടുക്കും. ഇതിലെ വെള്ളം വറ്റുന്നത് വരെ ഏതാണ്ട് ഒരു 5 മിനിറ്റ് നേരം ഇത് വേവിച്ചുകൊണ്ടിരിക്കുക. ചേമ്പ് നന്നായി വെന്ത് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയും ജീരകവും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് കൂടി തിളയ്ക്കാൻ അനുവദിക്കുക. കുടംപുളിക്ക് പകരം 1 കപ്പ് തൈര് ഒഴിച്ചും നമുക്കിത് തയ്യാറാക്കാം. ഇനിയും നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാം. അതിനായി 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിടുക. അതിൻ്റെ പിന്നാലെ ചുവന്നുള്ളി ഇടാം. പിന്നീട് മുറിച്ച് വെച്ചിരിക്കുന്ന മുളകിടാം. ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ ചേമ്പസ്ത്രം റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു വിഭവമാണ്. ഇനി നമുക്ക് ഡിഷിലേക്ക് സെർവ് ചെയ്യാനെടുക്കാം.